സോ ഈ പോക്കോ X5 Pro 5G ഒരു പോക്കോ ഫോൺ ആയതുകൊണ്ട് അവർ ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സൊക്കെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസും അത്യാവശ്യം വാല്യൂ ഫോർ മണി സെറ്റപ്പിലാണ് വരാൻ പോകുന്നത്. സോ അതൊക്കെ ഓക്കെ ആണ്. പക്ഷെ നമ്മൾ ഇന്നേ വരെ പോക്കോ ഫോൺസിൽ കണ്ടുവരാത്തൊരു ഫീച്ചറും ഈ ഒരു ഫോണിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു ഫീച്ചറും സ്പെസിഫിക്കേഷൻസും ക്യാമറ സാമ്പിൾസ് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാം. ലെറ്റ്സ് റോ. ഇതാണ് ബോക്സ്. ബോക്സിനുള്ളിൽ TPU കേസ്, പുസ്തകം, സിം ടൂൾ, 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി കേബിൾ. നല്ല മൾട്ടിമീഡിയ പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ് പോക്കോ X5 Pro 5G. നോർമലി ഈ പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ഷവമി ഫോൺ ആണെങ്കിൽ അവരെപ്പോഴും നല്ല ടോപ്പ് ക്വാളിറ്റി ഡിസ്പ്ലേ ഇട്ട് തരാറുണ്ട്. ഇവിടെയും തന്നിട്ടുണ്ട്. ഓക്കെ, 6.67 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് എക്സ്ഫിനിറ്റി ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ ആണ് റിഫ്രഷ് റേറ്റ്. 10 ബിറ്റ് പാനൽ ആണ്. ഓക്കെ, പിന്നെ HDR10+ ആൻഡ് ഡോൾബി വിഷന്റെ സപ്പോർട്ട് ഉണ്ട്. ഇത് നെറ്റ്ഫ്ലിക്സിൽ കാണിക്കുന്നുണ്ട്. 900 നിറ്റ്സിന്റേതാണ് പീക്ക് ബ്രൈറ്റ്നസ്. നമ്മൾ ഈയിടെ റെഡ്മി നോട്ട് 12 Pro എന്നൊരു ഫോൺ കണ്ടിരുന്നല്ലോ, അൺബോക്സിംഗ് കമ്പാരിസൺ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോൺ ഉണ്ടായിരുന്ന എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആണ് ഇവിടെയും വരാൻ പോകുന്നത്. കാരണം ഈ ഒരു ഫോൺ റെഡ്മി നോട്ട് 12 Pro സ്പീഡ് എഡിഷൻ എന്ന ഫോണിന്റെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. ആ ഒരു ഫോണിന്റെ കംപ്ലീറ്റ് റീബ്രാൻഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ എക്സാക്ട്ലി സെയിം സ്പീക്കർ പെർഫോമൻസ് ഇവിടെയും കിട്ടുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. നമ്മൾ ആ വോളിയം ഇപ്പോൾ ഫുൾ വോളിയത്തിലായിരുന്നു. സോ എത്ര വോളിയം കൂട്ടിയാലും മാക്സ് വോളിയം ഇട്ടാലും പൊട്ടലും ചീറ്റലും ഒന്നുമില്ല. പിന്നെ അതിൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിലും ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഹൈ റെസ് ഓഡിയോ ഔട്ട്പുട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് മാത്രമല്ല, ഈവൻ TWS വയർലെസ് TWS ഉപയോഗിച്ചാലും അതിലൂടെയും ഹൈ റെസ് ഓഡിയോന്റെ സപ്പോർട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. പോക്കോ X4 Pro 5G ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 ചിപ്സെറ്റ് ആയിരുന്നു. ഒരു നോർമൽ കാഷ്വൽ ആവറേജ് മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ആ ഒരു ഫോണും നോർമൽ യൂസിന് വേണ്ടി ഓക്കെ ആയിരുന്നു. ഓക്കെ, പക്ഷേ ഓക്കെ ആയിരുന്നു. ഓക്കെ, എനിവേ, സോ ആ ഒരു ഫോണും നോർമൽ യൂസിന് വേണ്ടി ഓക്കെ ആയിരുന്നു. പക്ഷേ ഇത്തവണ ആ ഒരു ചിപ്സെറ്റ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 778G ചിപ്സെറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നോർമൽ യൂസിന് വേണ്ടി പക്കയാണ്. യാതൊരു ഇഷ്യൂ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ചിപ്സെറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈവൻ ഗെയിമിംഗ് ആണെങ്കിലും BGMI COD നമുക്ക് ഈസിലി 60 FPS കളിക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റിയും കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 870 ചിപ്സെറ്റ് പോലുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് അല്ല. ഓക്കെ, ഇതൊരു പ്രീമിയം മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആണ്. നിങ്ങൾക്ക് 870 വേണമെങ്കിൽ പോക്കോ F4 നോക്കേണ്ടി വരും. അതിന്റെ പ്രൈസ് 25,000 രൂപയുടെ മേളിലാണ്. ഇതിന്റെ പ്രൈസ് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ ലീക്സ് ഒക്കെ അനുസരിച്ച് മിക്കവാറും 22,000 രൂപ 23,000 രൂപയൊക്കെ ആയിരിക്കും ഇതിന്റെ പ്രൈസ്, ഓഫറൊക്കെ ചേർത്ത്. ആ പ്രൈസ് പോയിന്റിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 778G അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റ് ആണ്. ഗൂഗിൾ അവരുടെ ആൻഡ്രോയിഡ് 14ന്റെ ബീറ്റ വെർഷൻ ഈ മാസമോ അടുത്ത മാസമോ ഇറക്കാൻ പോവുകയാണ്. ഇതിൽ ഇപ്പോഴും ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12 ആണ്. തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് തന്നെയാണ്. ഇപ്പോഴെങ്കിലും ഒരു ആൻഡ്രോയിഡ് 13 തന്നൂടെ ഷവമിക്ക്. എനിവേ, ഷവമി 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് തരുമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എപ്പോൾ വരും ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡിന്റെ നിർബന്ധമില്ലെങ്കിൽ നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സോഫ്റ്റ്വെയർ പെർഫോമൻസ് നല്ലതാണ്. ഞാൻ റെഡ്മി നോട്ട് 12 പ്രോയിലും റെഡ്മി നോട്ട് 12 Pro പ്ലസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വർഷവും പിന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ഷവമി ഫോൺസിന്റെ സോഫ്റ്റ്വെയർ പെർഫോമൻസ് അത്യാവശ്യം നല്ലതാണ്. നമ്മുടെ പണ്ടത്തെ MI പോലുള്ള ബഗ്സും ഗ്ലിച്ചൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ഇതുവരെ, അതായത് ഔട്ട് ഓഫ് ദ ബോക്സ് കണ്ടില്ല. നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഇനി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ ഫീച്ചർ, ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് പോക്കോയുടെ ഒരു ഫോണിൽ ആഡ് കാണുന്നത്. ഇതിൽ റെക്കമെൻഡേഷൻസും ആഡ്സും എന്ത് വേണമെങ്കിലും പറയാം. സോ ആപ്പ് റെക്കമെൻഡേഷൻസും അല്ലെങ്കിൽ ആപ്സിന്റെ ആഡ് വരുന്നുണ്ട്. അതായത് നമ്മൾ മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആപ്പ് ഡ്രോർ തുറന്നു വരുമല്ലോ. നമ്മൾ ഈ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഏതെങ്കിലും ഒരു ലെറ്റർ ടൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ ലെൻസ്കാർട്ട്, ലിഷ്യസ്, പിന്നെ ലിങ്ക്ഡിൻ. വിറ്റ് എന്താണെന്ന് വെച്ചാൽ ലിങ്ക്ഡിൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, എന്നിട്ടും അതിൻ്റെ ആഡ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ ആഡ്സ്, വേറെ എങ്ങും ഞാൻ ആഡ്സ് റെക്കമെൻഡേഷൻസ്, അതായത് ഈ ഫോണിൽ വേറെ എങ്ങും ഞാൻ കണ്ടില്ല. ഓക്കെ, നമ്മുടെ റിയൽമി 10 Pro Plus ഓർമ്മ ഉണ്ടല്ലോ, 10 Proയും 10 Pro Plusഉം ഇഷ്ടം പോലെ എല്ലായിടത്തും ആഡ്സും റെക്കമെൻഡേഷൻസ് ആയിരുന്നു. ഇവിടെ അങ്ങനെയില്ല. സോ ഇതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യമായിട്ടാണ് ഞാൻ പോക്കോയുടെ ഫോൺസിൽ ആഡ് കാണുന്നത്. കാരണം പോക്കോ എന്ന ബ്രാൻഡ് എപ്പോഴും എടുത്ത് പറയാറുള്ള കാര്യമാണ് അവരുടെ ഫോൺസിൽ ആഡ്സ് വരില്ല. പക്ഷേ ഇവിടെ ആഡ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ക്യാമറ പെർഫോമൻസ്. ഇതെങ്ങനെ പറയണമെന്നറിയില്ല, പക്ഷേ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് എന്നെ ഹഠാത് ആകർഷിച്ചു. എനിക്കിതിൻ്റെ ക്യാമറ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഷവമി പോക്കോ ഫോൺസിൻ്റെ സെൽഫി ക്യാമറ പെർഫോമൻസ് ഒട്ടും ഇഷ്ടമല്ല. നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ തേച്ച് വെക്കും.
ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, നല്ല സ്കിൻ ടോൺ കിട്ടുന്നുണ്ട്, അതായത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഏറ്റവും മികച്ച ക്യാമറ പെർഫോമൻസ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നോർമലി പോക്കോ ഷവമി ഫോൺസിൽ കിട്ടുന്ന ക്യാമറ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ആ ഒരു സ്കിൻ ടോൺ, ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ സ്കിൻ ടോൺ നല്ലോണം അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്യാമറ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. സ്പെഷ്യലി ഈ ഫോണിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല ക്യാമറ പെർഫോമൻസ് ആണ് തരുന്നത്. പിന്നെ ഷവമിയുടെ ഫോൺസിൽ സെൽഫി ക്യാമറയിലും സ്റ്റെബിലൈസേഷൻ വരാറുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല സ്റ്റില്ലാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽഫി വ്ളോഗിങ്ങിന് വേണ്ടി ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ സെൽഫി ക്യാമറയുടെ HDR പെർഫോമൻസിലും അത്യാവശ്യം ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, എൻ്റെ ബാക്കിലാണ് സ്കൈ, എൻ്റെ തലയുടെ എക്സാക്ട് ബാക്കിലാണ് സ്കൈ ഇരിക്കുന്നത്. എന്നിട്ടും ഫേസ് നല്ല ക്ലിയർ ആണ്. അത് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും അത്യാവശ്യം നല്ല HDR പെർഫോമൻസും തരുന്നുണ്ട്. റിയർ ക്യാമറ പെർഫോമൻസ് നല്ലതാണ്, എന്നാൽ ഇത് ടിപ്പിക്കൽ ഷവമി പെർഫോമൻസ് ആണ്. അതായത് നല്ല കോൺട്രാസ്റ്റി കളർഫുൾ ഫോട്ടോസ് ആണ് കിട്ടാൻ പോകുന്നത്. പക്ഷേ ഇവിടെയും സ്കിൻ ടോണിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. സ്കിൻ ടോണിൽ അങ്ങനെ ഭയങ്കരമായ എന്താ പറയുക ഓവർ ഷാർപ്പനിങ് ഒന്നും ഞാൻ കണ്ടില്ല. ഓക്കെ, സോ സ്കിൻ ടോണിൻ്റെ മേളിൽ ഷവമി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ OIS ഇല്ല കേട്ടോ. സോ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നില്ല. എന്നിട്ടും 4K 30 FPS ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. 4K 30 FPSലും അത്യാവശ്യം ഡീസെന്റ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. 1080pയിൽ നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്. സോ ഈ രണ്ട് ക്യാമറ സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ എനിക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അതായത് നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയാം, ഏറ്റവും മികച്ച ക്യാമറ പെർഫോമൻസ് ആണ് ഞാൻ പറയുന്നില്ല, പക്ഷേ ഷവമി വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെന്റ് ഷവമി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഗുഡ് ജോബ്. നമ്മൾ Redmi Note 12 Proയിൽ കണ്ട ഒരു ബോക്സി ഡിസൈൻ ഉണ്ടല്ലോ, അതായത് ഫ്ലാറ്റ് ഫ്രെയിം ഒക്കെ, എക്സാക്ട്ലി അതേ ബോക്സി ഡിസൈൻ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു സെയിം ഇൻ ഹാൻഡ് ഫീൽ ആണ് കിട്ടുന്നത്. 181 gram ആണ് വെയിറ്റ്, തിക്നെസ് ഒക്കെ ഓൾമോസ്റ്റ് ഓക്കെ ആണ്, വലിയ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഇതിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 770 8G ചിപ്സെറ്റ് കൊടുത്തതുകൊണ്ടും പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കുറവായതുകൊണ്ടും കോസ്റ്റ് കട്ടിങ് വന്നിട്ടുണ്ട്. ആ കോസ്റ്റ് കട്ടിങ് ബാക്കിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് കൊടുത്തിരിക്കുന്നത്, അവിടെ ഗ്ലാസിൻ്റെ ബാക്ക് ആയിരുന്നു. ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ഞാൻ വലിയ വ്യത്യാസമൊന്നും നോട്ടീസ് ചെയ്തില്ല. ഓക്കെ, കവർ ഇട്ടാൽ പിന്നെ ഗ്ലാസ് ഇല്ല, പ്ലാസ്റ്റിക് ഇല്ല, അതൊക്കെ എല്ലാം സെയിം ആണ്. പക്ഷേ കവർ ഇടാതെ ഉപയോഗിക്കുമ്പോഴും അത്യാവശ്യം നല്ല ഫീലാണ് കിട്ടുന്നത്. പിന്നെ അവർ നല്ലോണം ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നോർമലി പ്ലാസ്റ്റിക് വരുമ്പോൾ ഇങ്ങനെ ഞെങ്ങുന്നൊരു സെറ്റപ്പ് ഉണ്ട്, ഇവിടെ അങ്ങനെയൊന്നുമില്ല, നല്ലോണം അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഈ ബോക്സി സെറ്റപ്പ് ഇഷ്ടമാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും. ഡെഡിക്കേറ്റഡ് X ആക്സിസ് ലീനിയർ മോട്ടർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ടൈപ്പ് ചെയ്യുമ്പോഴും ഈവൻ ക്യാമറ UIയിലും നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഇതിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഇംപ്രഷനിൽ വലിയ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല, ഒരു ദിവസമൊക്കെ ഈസിലി പോകുന്നുണ്ട്. പിന്നെ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജും കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ അത് ഓക്കെയാണ്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ SD കാർഡ് ഉപയോഗിക്കാൻ പറ്റൂല. IR ബ്ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 4G കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പവർ ബട്ടന്റെ മേളിലുള്ള സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് തന്നിരിക്കുന്നത്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഈവൻ ഫേസ് അൺലോക്കും ഓക്കെയാണ്. 5G റെഡി ഫോൺ ആണ്. ഞാൻ ജിയോ സിം ഇട്ട് നോക്കിയിരുന്നു, 5G കിട്ടുന്നുണ്ട്, നോ ഇഷ്യൂസ്. 7 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Wi-Fi 6, Bluetooth 5.1 ഒക്കെ ഉണ്ട്. ഫൈനലി SAR വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പോക്കോ ഇതിന്റെ പ്രൈസ് ലോഞ്ച് ചെയ്തിട്ടില്ല. പോക്കോ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല അഗ്രസീവ് പ്രൈസിങ് ആയിരിക്കും. ഒരു അൺഒഫീഷ്യൽ ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതായത് 20,000 21,000 എങ്ങാണ്ട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് വിത്ത് ഓഫർ. സോ ആ പ്രൈസ് റേഞ്ചിൽ വരികയാണെങ്കിൽ സ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പാക്കേജ് ആയിരിക്കും. കാരണം എല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ആ ഒരു പ്ലാസ്റ്റിക് സെറ്റപ്പ് ആണ്, ഐ ഡോണ്ട് മൈൻഡ്. ബാക്കിയെല്ലാം നല്ലതാണ്. നല്ല ഡിസ്പ്ലേ ഉണ്ട്, നല്ല സ്പീക്കർ ഉണ്ട്, നല്ല ചിപ്സെറ്റ് ഉണ്ട്. ഇത്തവണ അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് തരുന്നുണ്ട്. പിന്നെ ആ സംഭവം ഉണ്ട്, Android 12 ആണ്, Android 13 അല്ല. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇത് ഓക്കെ ആയിരിക്കും. പിന്നെ പലർക്കും ഡൗട്ട് ഉണ്ട്, ഈ പോക്കോ ഫോൺ എടുക്കുമ്പോൾ മദർ ബോർഡ് അടിച്ച് പോകുമോ എന്നൊക്കെ ഡൗട്ട്സ് ഉണ്ട്. ഓക്കെ, സോ ഞാൻ ഇവിടെ എല്ലാം ഓപ്പൺലിയാണ് സംസാരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കിയിട്ടുമുണ്ട്, ഈ ഒരു പോക്കോ ഇഷ്യൂനെ കുറിച്ച്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ പോക്കോ ഫോൺസ് ആണെങ്കിലും റെഡ്മി ഫോൺസ് ആണെങ്കിലും അങ്ങനെ വലിയ ഇഷ്യൂ വന്നതായിട്ട് ഞാൻ കേട്ടില്ല. ഓക്കെ, ഇതിൽ ഔട്ട് ഓഫ് ദ ബോക്സ് നല്ല ഒരു പെർഫോമൻസ് ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ടും ഡൗട്ട് മാറുന്നില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക, വേറെ എന്തെങ്കിലും വാങ്ങിച്ചോളൂ. ഓക്കെ, ഞാൻ പറയാറുണ്ടല്ലോ, ഞാനിവിടെ അൺബോക്സ് ചെയ്യുന്നത് ഫോൺസ് വിൽക്കാൻ വേണ്ടിയല്ല, ഒരു ഫോണിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്തൊക്കെ വരുന്നില്ല അതെല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.